മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസ ആനുകൂല്യ തുക സർക്കാർ നൽകിയില്ല. മെയ് മുതൽ ജൂലൈ വരെയായി 3 ഗഡുക്കളായി ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുന്നതിൽ ഗുരുതരമായി വീഴ്ച വരുത്തി മത്സ്യഭവനുകൾ. പട്ടിക സമർപ്പിക്കാൻ ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകിയതിലും കാലതാമസം. മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന സർക്കാർ തുടരുന്നുവെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആരോപിച്ചു. സർക്കാർ പറഞ്ഞത് ഈ ഓണത്തിന് മുന്നോടിയായിട്ട് പഞ്ഞമാസ സമ്പാദ്യ ആശ്വാസ പദ്ധതി തുക നൽകുമെന്നുള്ളത് അത് ഇതുവരെ അക്കൗണ്ടിൽ വന്നിട്ടില്ല ഇന്ന് വരെ. പിന്നെ ഈ പാവങ്ങൾ എവിടെ പോയി ജീവിക്കാനാ? ആ ഗതികേട് കൊണ്ടാണ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് കിട്ടിയിട്ടും കടലിൽ പോയിട്ട് മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോവുകയും മരിക്കുകയും ചെയ്യുന്നത്. പഞ്ഞമാസ പദ്ധതി തുക ഞങ്ങൾക്കിപ്പോൾ നിലവിൽ 1500 മാത്രം ഞങ്ങൾ അടച്ചതേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് പഞ്ഞ ഓണമാണ് ഈ തീരദേശം, കേരളത്തിലെ തീരദേശത്ത് നടക്കുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ തീരദേശം വറുതിയുടെ നടുവിലാണ്. അവർക്ക് കിട്ടേണ്ട പഞ്ഞമാസ ആനുകൂല്യം അത് ഫിഷറീസ് വകുപ്പ് കൃത്യസമയത്ത് അതിനുള്ള നിർദ്ദേശം നൽകിയില്ല എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ആ നിർദ്ദേശം നൽകിയ തീയതി എപ്പോഴായിരുന്നു? നിയമസഭയിൽ ഉറപ്പ് നൽകിയെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ലംഘിക്കപ്പെടുന്നത്. സ്മൃതി, 20-ന് ശേഷമാണ് ഫിഷറീസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ പട്ടിക മത്സ്യഭവനോട് ആവശ്യപ്പെട്ടത്. തിരുവോണം 26-നാണ്. ഇന്നിപ്പോൾ ചതയം ദിനമാണ്. ഇതുവരെയും ഇവർക്ക് ഈ പഞ്ഞമാസ ആനുകൂല്യ പദ്ധതിയിൽ തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2700 രൂപയായിരുന്നു UDF സർക്കാരിന്റെ കാലത്ത്. പിന്നീട് പിണറായി സർക്കാർ വരുമ്പോൾ 4500 രൂപയായിട്ട് ഉയർത്തുകയും ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ കാലമാണ് ഇത് 6000 രൂപയായി ഉയർത്തിയത്. ഇതിൽ തന്നെ ഇവർ തന്നെ അടയ്ക്കുന്ന 1500 രൂപയുണ്ട്. അത് മാത്രമാണ് നിലവിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ട്രോളിംഗ് കാലം കഴിഞ്ഞിട്ട് പോലും നാളിതുവരെയായിട്ടും ഇതുവരെയും അവർക്ക് അതിന്റെ ബാക്കി തുക 4500 രൂപ മടക്കി നൽകിയിട്ടില്ല. നേരത്തെ തന്നെ ഓണക്കാലത്തിന് മുൻപ് തന്നെ ഈ തുക നൽകുമെന്ന് തന്നെയാണ് വകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ മത്സ്യഭവനുകൾ കൃത്യമായിട്ട് ഗുണഭോക്താക്കളുടെ പട്ടിക വകുപ്പിന് കൈമാറുന്നതാണ് ഇവിടെ ഒരു പ്രതിസന്ധിയായി മാറിയത്. കാരണം ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയും ഈ തുക ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. പല മത്സ്യഭവനുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ഈ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഓഫീസുകളിൽ എത്തുന്നില്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഫിഷറീസ് വകുപ്പ് ട്രോളിംഗ് കാലത്ത് തന്നെ ഈ റേഷനുമായി ബന്ധപ്പെട്ട് അതും സൗജന്യ റേഷൻ നൽകുന്നത് തന്നെ ട്രോളിംഗ് അവസാനിക്കാൻ ഒരു ദിവസം മുന്നെയാണ് സൗജന്യ റേഷൻ പോലും അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ 3 മാസക്കാലം വലിയ ദുരിതത്തിലൂടെയാണ് കടന്നുപോയത്. ഓണക്കാലത്തെങ്കിലും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാമെന്ന് കരുതിയപ്പോൾ അവർക്ക് ആ തുക പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇതിൽ തന്നെ സിവിൽ സപ്ലൈസിന് ഈ ഗുണഭോക്താക്കളുടെ പട്ടിക നൽകുന്നത് തന്നെ ഈ ട്രോളിംഗ് കാലം കഴിയുന്നതിന് ഒരു ദിവസം മുന്നെയാണ്. അതുപോലെ തന്നെയാണ് മത്സ്യഭവനം ഈ നിർദ്ദേശം നൽകുന്നത് 20-ന് ശേഷമാണ്. ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തും വീഴ്ചയുണ്ട്. അതുപോലെ തന്നെ മത്സ്യഭവനുകളുടെ ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അതിവേഗത്തിൽ തന്നെ ഈ കൊടുക്കാനുള്ള 4500 രൂപ തുക അവർക്ക് നൽകണം. നിലവിൽ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് നിലവിലും അവർക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ദൈനംദിനം മുന്നോട്ട് പോകാനുള്ള തുകയെങ്കിലും ദിവസവേതനമെങ്കിലും നൽകാമെന്നുള്ള ഉറപ്പ് നിയമസഭയിൽ പറഞ്ഞുവെങ്കിലും സർക്കാർ അധികാരത്തിലേറി ഇപ്പോൾ ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോൾ പോലും അതുപോലും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കടുത്ത വിമർശനമാണ് നിലവിൽ സ്മൃതി കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.